ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യമാണ് ട്രാഫിക്കിൽ വാഹനം ഓഫായി പോകുന്നു എന്നത്. അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിൽ വാഹനം ഓഫായി പോകുന്നു. ഈ സമയം പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അമിതമായി ഹോൺ അടിക്കുന്നു, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിൽ നിന്നും മോശമായിട്ടുള്ള കമൻറ്റുകൾ കേൾക്കുന്നു എന്ന കാരണങ്ങളാൽ ഡ്രൈവിംഗ് പഠനം തന്നെ ഉപേക്ഷിച്ചവർ ഒരുപാട് പേരുണ്ട്. ഈ സമയങ്ങളിൽ പലരും ചെയ്യുന്നത് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നു, മുന്നോട്ട് പോകുന്നു, വീണ്ടും ഓഫാകുന്നു. ഈ രീതിയാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ട് കാരണത്താലാണ്. ആദ്യം മനസ്സിലാക്കേണ്ട, ക്ലച്ചിൽ നിന്ന് കാലെടുത്ത ടൈമിങ് തെറ്റിപ്പോയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഗിയർ മാറിപ്പോയിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഇടേണ്ടടുത്ത് മൂന്നാമത്തെ ഗിയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ രണ്ട് കാരണത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഡ്രൈവിങ്ങിൽ ക്ലച്ചിൻ്റെ പഠനം മനസ്സിലാക്കി കഴിഞ്ഞാൽ 50% പഠിച്ചു കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഗിയറിൻ്റെ കാര്യം, ഏത് ഗിയർ ഇടുന്നതിന് മുന്നേയും ന്യൂട്രൽ വന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗിയറിലോട്ട് പോവുകയാണെങ്കിൽ അത് തെറ്റാതെ വളരെ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഗിയർ ശരിയായ രീതിയിൽ എങ്ങനെ ഇടാമെന്നുള്ള രീതിയിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം പലവരും പറയുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് ഇടുന്നതാണ് നല്ലത്, അതാണ് ശരിയായ രീതി എന്ന് നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഞാനും ചേർത്ത് തന്നെയാണ് ഗിയർ ഉപയോഗിക്കുന്നത്. പഠിക്കുന്ന സമയങ്ങളിൽ ഈ രീതിയായിരിക്കും നല്ലത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരും പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ രീതിയിൽ ഗിയർ ഉപയോഗിച്ചോളും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ടെൻഷൻ അടിക്കാതെ, പേടി കൂടാതെ, കൂളായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നതിൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വാഹനം മുന്നോട്ടോ പുറകോട്ടോ വലത്തേക്കോ ഇടത്തേക്കോ തിരിഞ്ഞു പോകാതെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് വാഹനം സ്റ്റേബിളായിട്ട് നിലനിർത്താനായിട്ട് കഴിയും എന്നതാണ്. ഈ സമയം നിങ്ങൾ ബ്രേക്ക് ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ബ്രേക്ക് ശരിയായ രീതിയിൽ കിട്ടണമെന്നില്ല. വാഹനം ഓഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു പുഷിങ്ങിൽ മാത്രമേ ബ്രേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ അതിനു വേണ്ടി റിസ്ക് എടുക്കണ്ട എന്നതുകൊണ്ടാണ് ഹാൻഡ് ബ്രേക്ക് തന്നെ ആദ്യം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ക്ലച്ച് അമർത്തി സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്കും കൂടെ ഉപയോഗിച്ചതിന് ശേഷം നേരെ ന്യൂട്രലിലേക്ക് വരിക. ന്യൂട്രലിലേക്ക് വന്നതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് നോക്കുക. ഫസ്റ്റ് ഗിയർ ആയിരിക്കും ചിലപ്പം കിടക്കുന്നത്, ചിലപ്പം തേർഡായിരിക്കും. അത് ഫസ്റ്റാണോ തേർഡാണോ എന്നുള്ള ഒരു കാര്യം നോക്കി നിങ്ങൾ സമയം കളയണ്ട. എന്തായിരുന്നാലും ന്യൂട്രലിലേക്ക് വരിക. ശേഷം ഇടതുവശം ചേർന്ന് നേരെ ഈ ഗിയർ പാനൽ ടച്ച് ചെയ്യുന്നുള്ളൊരു കാര്യം കയ്യിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫീലിങ്സ് കയ്യിൽ കിട്ടുന്നതാണ്. അതിനുശേഷം നേരെ മുന്നോട്ടിടുന്നത് ഫസ്റ്റ് ഗിയറാണ്. ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ക്ലച്ച് കൺട്രോളിങ് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് സേഫായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇത്രയും ചെയ്യാനായിട്ട് 5 സെക്കൻഡ് പോലും വേണ്ട എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഇത് ഞാനിപ്പോൾ സ്ലോ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാര്യം പെട്ടെന്ന് സ്പീഡായിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. വാഹനം ഓഫായ ഉടനെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുന്നു, ക്ലച്ച് അമർത്തി സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്രേക്കും കൂടെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നേരെ ന്യൂട്രലിലേക്ക് വരുന്നു, ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, ക്ലച്ച് കൺട്രോളിങ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ സ്ഥിരമായി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വാഹനം ഓഫാകാതെ തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലച്ചിൻ്റെയും ഗിയറിൻ്റെയും കാര്യം കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓഫാകാതെ തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഓക്കെ.